മറ്റു വാർത്തകളിലേക്കാണ്. അയോധ്യ ക്ഷേത്രത്തിലെ ക്രമക്കേടിൽ റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രിയും. യു.പി. സർക്കാർ വിശദീകരിക്കണം എന്നാണ് ആവശ്യം. പ്രാഥമിക റിപ്പോർട്ട് യു.പി. സർക്കാർ കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. അയോധ്യ ട്രസ്റ്റ് സെക്രട്ടറിയെ മാറ്റാനും സാധ്യതയുണ്ട്. ടി.ജി. സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രത്യേകിച്ച് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അയോധ്യ വിഷയത്തെ രമ്യമായി പരിഹരിക്കുമെന്നുള്ളത്. അങ്ങനെയാണ് അയോധ്യയിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം, അതായത് രാംലല്ലയുടെ പ്രതിഷ്ഠ ഉൾപ്പെടെ നടത്തിയത്. രാമക്ഷേത്ര നിർമ്മാണം എന്നത് ബി.ജെ.പി അവരുടെ ക്രെഡിറ്റിൽപ്പെടുത്തിയ ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ കോടികളുടെ അഴിമതി നടക്കുമ്പോൾ, വെട്ടിപ്പ് നടക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് ബി.ജെ.പിക്കോ കേന്ദ്ര സർക്കാരിനോ ഉത്തർപ്രദേശ് സർക്കാരിനോ ഒന്നും പിന്മാറാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നേരിട്ട് പ്രധാനമന്ത്രി തന്നെ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, ഞെട്ടിക്കുന്ന കൊള്ളയുടെ വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കറൻസി തട്ടിച്ചിട്ടുണ്ടാകാം. പ്രത്യേകിച്ച് ഈ പണം എണ്ണുന്നവർ അവരെ ഇപ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. 40 പേരെ മാറ്റി നിർത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജ്വല്ലറിയായി, അതായത് രത്നമായി, സ്വർണമായി, വെള്ളിയായി ഒക്കെ ലഭിച്ചിട്ടുള്ള വസ്തുക്കൾക്ക് കയ്യും കണക്കുമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പലരുടെയും കയ്യിൽ നിന്ന് സ്വർണവും രത്നവും ഒക്കെ കൈപ്പറ്റി. പക്ഷേ അത്തരം ഡോക്യുമെന്റുകളൊന്നും ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്നില്ല. അപ്പോൾ അത്രമേൽ വലിയ കൊള്ള അവിടെ നടന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇതാ പ്രധാനമന്ത്രി റിപ്പോർട്ട് തേടുന്ന സാഹചര്യമുണ്ടാകുന്നു. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അഭിലാഷ്, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. ആദ്യം ഇതൊരു 400 കോടിയോ എന്ന് കരുതപ്പെട്ടിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള ഒരു വലിയ തട്ടിപ്പ് നടന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. SIT അന്വേഷണം 3-അംഗ ടീം അന്വേഷിക്കുകയാണ് ഈ വിഷയത്തിൽ. ഇപ്പോൾ പ്രധാനമന്ത്രി ഇതിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. നമുക്കറിയാം, രാജ്യത്ത് BJPയുടെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവിന് കളമൊരുക്കിയത് പോലും അയോധ്യ എന്ന ഒരു ഐക്കണാണ്. സ്വാഭാവികമായും അത് വൈകാരിക വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് സംഘത്തിനെതിരെ കർശന നടപടിയെടുക്കണമെന്ന ആവശ്യം അതിശക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചും വൈകാരികമായ ഏറെ താല്പര്യമുള്ള വിഷയം കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. SITയുടെ അന്വേഷണം തുടരുകയാണ്. പ്രാഥമികമായ ചില വിലയിരുത്തലുകൾ അവിടെ UP മുഖ്യമന്ത്രിക്ക് യോഗി ആദിത്യനാഥിന് SIT സംഘം കൈമാറിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. അതിൽ തന്നെ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ കുംഭമേള ദിവസം, കുംഭമേള കാലഘട്ടത്തിൽ അതിവലിയ തിരക്കുകളാണ് അയോധ്യ ക്ഷേത്രത്തിലും അനുഭവപ്പെട്ടത്. അന്ന് അവിടെ ഈ ഭക്തരുടെ തിരക്ക് ഉണ്ടായ സാഹചര്യത്തിൽ ട്രസ്റ്റ് അംഗങ്ങൾ അവിടെ പണം എണ്ണുന്നതിന് മാത്രം ട്രസ്റ്റ് അംഗങ്ങളുടെ ഭാഗമായ കുടുംബാംഗങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക സംവിധാനം ഒരുക്കിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണം തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നതാണ് സംശയിക്കുന്ന കാര്യം. കിലോ കണക്കിന് വെള്ളിക്കെട്ടുകളും സ്വർണ്ണക്കട്ടുകളും അടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന് പുറമെ വലിയ തരത്തിലുള്ള പണ അപഹരണവും അവിടെ നടന്നിട്ടുണ്ട്. കൃത്യമായി കൗണ്ട് ചെയ്യപ്പെട്ടിരുന്നില്ല, ഫയൽ കൃത്യമായി ഈ പണത്തിൻ്റെ കണക്കുകൾ പോലും സൂക്ഷിച്ചിരുന്നില്ല എന്ന കണ്ടെത്തലുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിഗുരുതരമായ ആക്ഷേപമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. SIT ടീം ഇതിനകം തന്നെ ട്രസ്റ്റ് ഭാരവാഹികളോട് ആരോടും UP വിട്ട് പുറത്തു പോകരുത് എന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം കൂടി ഇതിൽ പ്രതീക്ഷിക്കുന്നത്, സുപ്രീം കോടതിയിൽ ചില അഭിഭാഷകർ ഹർജിയായി ഫയൽ ചെയ്തിട്ടുമുണ്ട്. ഒരുപക്ഷേ സുപ്രീം കോടതിയുടെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള അന്വേഷണം നടത്തണമെന്നോ അതല്ലെങ്കിൽ CBI അന്വേഷണം വേണമെന്നോ ആണ് ഇവരുടെ ആവശ്യം. ഇതിൽ കോടതി ഒരു നിലപാടെടുത്താൽ സ്വാഭാവികമായും അയോധ്യയിലെ ഈ സ്വർണ്ണ തട്ടിപ്പ്, പണം തട്ടിപ്പ് പുതിയൊരു തലത്തിലേക്ക് കൂടി കടക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഇതൊരു അഭിമാന പ്രശ്നമാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്. അതുകൊണ്ട് പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കും. മറുവശത്ത് പ്രതിപക്ഷം ഇത് ശക്തമായി ഉന്നയിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ളവരുടെ നീക്കം നമ്മൾ കണ്ടതാണ്. UPയിലെ SP നേതൃത്വമടക്കം ഇത് ശക്തമായി തന്നെ ഉന്നയിക്കുന്നു. യോഗി ആദിത്യനാഥിൻ്റെ കാലത്താണ്, സർക്കാരിൻ്റെ കൂടി അറിവോടുകൂടിയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന ആക്ഷേപം കൂടിയാണ് അവർ ഉന്നയിക്കുന്നത്. അതേസമയം ഇത് അയോധ്യയിൽ ഒതുങ്ങുന്നില്ല. ഇത് മധുര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ചില തട്ടിപ്പുകൾ നടന്നു എന്ന ആക്ഷേപം കൂടി ഇതിനിടയിൽ ഉയർന്നു വന്നിട്ടുമുണ്ട്. യെസ്, തീർച്ചയായും അതാണ്. രാഷ്ട്രീയമായി കൂടി നമ്മൾ ഈ സൂചിപ്പിക്കുന്ന പോലെ കോടിക്കണക്കിന്, ഏതാണ്ട് 1200 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് എന്നതാണല്ലോ പ്രതിപക്ഷ പാർട്ടികളുടെ ആക്ഷേപം എന്നത്. സ്വാഭാവികമായും UP സർക്കാരിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി കൂടി റിപ്പോർട്ട് തേടുമ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇത് രാഷ്ട്രീയമായി ഇപ്പോൾ BJP ഇതിന് മറുപടി നൽകേണ്ട ഒരു പശ്ചാത്തലമല്ലേ സൃഷ്ടിക്കപ്പെടുന്നത്? പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ടത് എന്നൊക്കെ പറയുമ്പോൾ പോലും അതിൽ കൃത്യമായ സ്വാധീനം BJPക്കും ഉണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. അവിടെ ഭൂമി വാങ്ങിയതിലടക്കം, അതായത് 2 കോടി രൂപ വിലയുള്ള ഭൂമി റിയൽ എസ്റ്റേറ്റുകാർ ഇന്ന് വാങ്ങുന്നു. 2 ദിവസത്തിന് ശേഷം ട്രസ്റ്റ് അത് 18 കോടി രൂപയ്ക്ക് വാങ്ങുന്നു.
പ്രകടമായ തട്ടിപ്പാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നതിൽ ഒരു മാറ്റവുമില്ല. പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ ഏത് തരത്തിലാണ് ഇപ്പോൾ ആയുധമാക്കി മാറ്റുന്നത് സജിത്? അഭിലാഷ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കേന്ദ്രം ഭരിക്കുന്നത് BJP, UP ഭരിക്കുന്നത് BJP. അപ്പോൾ ഈ രണ്ട് സർക്കാരുകൾക്കും പങ്കില്ല എന്ന ആക്ഷേപം അതിശക്തമാണ്. അതുകൊണ്ടുകൂടിയാണ് പ്രതിപക്ഷത്തിൻ്റെ ആ നീക്കമുണ്ടാവുന്നത്. നമുക്കറിയാം, ഈ ട്രസ്റ്റിനാണ് പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോഴും ട്രസ്റ്റിൻ്റെ ഭരണനിർവഹണത്തിലും ട്രസ്റ്റിൻ്റെ രൂപീകരണത്തിലുമടക്കം രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ ചോദ്യം ഉയരും. മറ്റൊന്ന്, നമുക്കറിയാം, സംഘപരിവാറിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കൂടിയാണ് ഈ ക്ഷേത്ര ഭരണ സംവിധാനങ്ങളടക്കം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഉത്തരവാദിത്തം പറയേണ്ടത് ആ തലങ്ങളിലുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഇടപെടൽ ഉണ്ടാവുന്നത് പോലും അതിൻ്റെ രാഷ്ട്രീയ പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. പ്രതിപക്ഷ കക്ഷികൾ വലിയ നീക്കമാണ്. കെജ്രിവാൾ അടക്കം ഈ വിഷയത്തിൽ ഇതുവരെയും എന്തുകൊണ്ട് UP സർക്കാർ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് SITയുടെ രൂപീകരണം പോലും ഉണ്ടാവുന്നത്. ഒടുവിൽ ഇത് പ്രതിപക്ഷത്തിൻ്റെ വലിയ നീക്കത്തിന് ഇടവയ്ക്കുകയാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒരു പരസ്യ നീക്കമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടിയും പ്രാദേശികമായി കോൺഗ്രസും ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. അങ്ങനെ പുതിയ തലത്തിലേക്ക് കൂടി ഇത് കടക്കുകയാണ്. അയോധ്യ എന്നത് BJPയെ സംബന്ധിച്ചൊരു ഐക്കണാണ്. അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. BJPക്ക് ഏറ്റവും പിന്തുണ നൽകുന്നവർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി കൂടി ഇത് മാറിയതാണ്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള കടന്നുവരവ് പോലും അയോധ്യ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒട്ടും പിന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് രാഷ്ട്രീയമായ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള വലിയ അന്വേഷണ നീക്കങ്ങൾ പ്രതീക്ഷിക്കാം. തീർച്ചയായും രാജ്യത്ത് BJPക്ക് ദേശീയ തലത്തിൽ വേരോട്ടം സൃഷ്ടിക്കപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അയോധ്യ എന്നതിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് രഥയാത്ര ഉൾപ്പെടെ നമുക്കറിയാം, വലിയ തോതിൽ ആ രഥയാത്രയിലൂടെയാണ് യഥാർത്ഥത്തിൽ BJP രാജ്യവ്യാപകമായി പടർന്നു പന്തലിച്ചത് എന്നതാണ്. അതിനുശേഷം പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. രാംലല്ലയ്ക്ക് സമർപ്പണമായി ലഭിച്ച കോടിക്കണക്കിന് രൂപ, ദ്രവ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ വലിയ തോതിൽ തട്ടിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം. സ്വർണ്ണ വെള്ളി നിരക്കുകൾ ഒരിക്കൽ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,